ഞങ്ങളെല്ലാവരും നല്ല പ്രതീക്ഷയിലാണ്. ഞങ്ങൾ പുരോഗതി ഒന്ന് വിലയിരുത്താൻ വേണ്ടി വന്നതാണ്. വളരെ തൃപ്തികരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ ആ സമയത്ത് തന്നെ നമുക്കത് പൂർത്തീകരിക്കുവാൻ കഴിയും. വളരെ വേഗതയിലാണ് ജോലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാമല്ലോ, ഏതാണ്ട് ഒരു 3-4 മാസത്തിനകം തന്നെ നമുക്ക് നമ്മുടെ പ്രൊജക്ടിന്റെ കംപ്ലീറ്റ് വർക്കും തീർത്ത് അത് അതിൻ്റെതായിട്ടുള്ള ആളുകൾക്ക് കൈമാറാൻ സാധിക്കും. എത്ര വീടുകളുടെ നടക്കുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എത്ര വീടുകളുടെ മൊത്തം നമ്മൾ 105 വീടുകളാണ്. അത് ഇതിൽ കൊള്ളാവുന്ന വീടുകൾ 68 വീടുകളാണ് ഇപ്പോൾ ഈ സൈറ്റിലുള്ളത്. തൊട്ടപ്പുറത്തെ സൈറ്റിലായിരിക്കും ബാക്കിയുള്ള വീടുകൾ ഉണ്ടാവുക. സർക്കാർ പ്രഖ്യാപിച്ചതിനേക്കാൾ ഒരു അല്പം മുറികളൊക്കെ കൂടുതലും സൗകര്യങ്ങൾ കൂടുതലുണ്ടല്ലോ അല്ലേ? കാണാനോ? അതെ അതെ, കണ്ടിട്ട് നിങ്ങൾ സ്വയം പറയണം. അതെ അതെ, ഞങ്ങള് നല്ല വീടുകളാണ്, നല്ല സൗകര്യപ്രദമായ വീടാണ്. നല്ല ലിവിംഗ് ഹാൾ ഉണ്ട്, പിന്നെ 3 ബെഡ്റൂം, പിന്നെ കിച്ചണ്, പിന്നെ വർക്ക് ഏരിയ, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇനി മുകളിലേക്ക് എടുക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അവർക്ക് മുകളിലേക്ക് എടുക്കാവുന്നതും അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷനും മറ്റു സൗകര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നത്തേക്ക് പൂർത്തീകരിക്കാൻ കഴിയും? അത് ബഷീറാണ് ഇതിന്റെ 2 ഘട്ടങ്ങളായിട്ട് കൊടുക്കും, ഫെബ്രുവരിയിലും ഏപ്രിലും. നാളെ ഇപ്പം ഇപ്പൊ വീടുകളെ എത്ര വീടിന് മെയിൻ വാർപ്പ് പൂർത്തിയായി എന്നുള്ളൊരു കണക്ക് പറഞ്ഞാൽ നമുക്കതൊരു ഇതായിരിക്കും. അപ്പൊ എത്ര പൂർത്തിയായി? എഞ്ചിനീയർ എവിടെ? സൈറ്റ് എഞ്ചിനീയർ 14 പൂർത്തിയായി. 14 മെയിൻ വാർപ്പ് പൂർത്തിയായി. 4 ഈ ആഴ്ച മറ്റന്നാൾ വാർപ്പ് പൂർത്തീകരിക്കും. ഫെബ്രുവരി ലാസ്റ്റ് മുതൽ ആദ്യഘട്ട വീടുകൾ. അത് എത്ര ഉദ്ദേശിക്കുന്നത്? അത് 60 വീടുകൾ. നിർത്തുന്നില്ല, കണ്ടിന്യൂ തന്നെയാണ് നമ്മള്. പ്രസ്താവന ഉണ്ടായിരുന്നു, വർക്കുണ്ട്. പിന്നെ സെപ്റ്റംബർ 1-ാം തീയതി വർക്ക് തുടങ്ങിയിട്ടുണ്ട്. PMS സലാമിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, കോൺഗ്രസ് നേതാക്കൾ പക്വമായിട്ടുള്ള രീതിയിൽ മറുപടി പറയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. എന്താ അങ്ങനെ പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എല്ലാവരും സംയമനം പാലിക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞല്ല. പക്ഷെ എല്ലാവരും ഇപ്പൊ 2 വോട്ട് 2000 തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ദിവസം ഒന്ന് അടൂർ പ്രകാശിന്റെ ഭാഗത്ത് വന്നൊരു പ്രതികരണമുണ്ട്. ഇപ്പം വേണ്ട, നാളെ റിസൾട്ടൊക്കെ അല്ലേ, അതൊന്ന് വരട്ടെ. നാളെ തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പൊ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? അതെ, ഞങ്ങളെല്ലാവരും നല്ല പ്രതീക്ഷയിലാണ്. കണക്കുകളൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അത് പോളിംഗിന്റെ നിലവാരം കണക്കുകളൊന്നും, അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നൊക്കെ റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മെച്ചപ്പെടും, ഇങ്ങോട്ട് ഇന്നലെ നടന്ന വടക്കൻ കേരളത്തിലും നല്ല ഒരു തെരഞ്ഞെടുപ്പോടുകൂടി UDFന്റെ തിരിച്ചുവരവ് പഞ്ചായത്തിലൂടെ ആയിരിക്കുമോ? ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. ഞങ്ങൾ ഇതിപ്പോ സെമി ഫൈനൽ എന്ന നിലക്കായിരുന്നല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോ ഫൈനലിലേക്ക് നല്ലൊരു വിജയം ഞങ്ങൾക്കുണ്ടാവും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെ ഈ 2 പരാമർശങ്ങൾ ഇപ്പൊ കുറച്ചും കൂടി ഒരു ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് 10 തുടർഭരണമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ക്രൂഷ്യൽ സമയത്തെ ഈ നേതാക്കന്മാരുടെ ഭാഗത്ത്, പൊതുവെ ചോദിക്കുന്ന നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഈ പരാമർശങ്ങൾ ചിലതൊക്കെ ശ്രദ്ധിക്കുന്നില്ല. ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ പല വിഷയങ്ങളും ഉണ്ടായി കടന്നുപോയി. നാളെ റിസൾട്ടാണ്. അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഒന്നിച്ചൊന്ന് കൂടും, ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യും. അതിനുശേഷം ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ വേണ്ട. ഒരു കാര്യം ഇന്നലെ ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പൊ വിധി വന്നിട്ടുണ്ടല്ലോ മെയിൻ പ്രതികൾക്ക്. അപ്പൊ 20 വർഷം തടവാണ് 6 പ്രതികൾക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അതിനെതിരെ വിമർശനം വരുന്നത് ഈ ഇത്രയും കൂട്ടബലാത്സംഗത്തിന് ഇത്തരത്തിലുള്ളൊരു ശിക്ഷ കുറഞ്ഞു പോയി എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് വിധിയൊക്കെ. അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാ? അല്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പൊ വളരെ ലേറ്റ് ആയിട്ടാണ് ആ വിധി വന്നത്. അതൊക്കെ നോക്കി നാളെയൊക്കെ പറയാം.